റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് കുഞ്ഞിപ്പ പന്താവൂരി. മലപ്പുറത്തെ ഈ കുഞ്ഞിപ്പ ആകാശവാണിക്ക് മാത്രമല്ല മറ്റു പല പ്രമുഖർക്കും കത്തുകൾ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ കത്ത് സൗഹൃദ ഉടമ കൂടിയാണ് ഇദ്ദേഹം. ഇന്നത്തെ കാലത്തും കത്തുകളിൽ ആനന്ദം കണ്ടെത്തുന്ന ഈ ചെറുപ്പക്കാരനെയാണ് നമ്മളിനി പരിചയപ്പെടുന്നത്. കഴിഞ്ഞുപോയത് ഒരു തപാൽ ദിനമാണ്. വിരൽത്തുമ്പത്ത് ലോകവിവരങ്ങൾ മുഴുവൻ തെളിയുന്ന ഇക്കാലത്തും തപാൽ ദിനത്തിന് എന്ത് പ്രസക്തി എന്ന ചോദ്യത്തിന് മറുപടിയാണ് മലപ്പുറത്തു നിന്നും ലഭിക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായി ആകാശവാണിയുടെ പരിപാടികളോട് കത്തുകളിലൂടെ പ്രതികരിക്കുകയാണ് മലപ്പുറത്തെ കുഞ്ഞിപ്പ പന്താവൂരിയും ഭാര്യ നഫീസ കുഞ്ഞിപ്പയും. ഒരു ലക്ഷത്തിൽ പരം കത്തുകളാണ് ഇക്കാലയളവിൽ ഈ ദമ്പതികൾ ആകാശവാണിക്ക് അയച്ചത്. ചെറുപ്പം മുതൽ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവായിരുന്ന കുഞ്ഞിപ്പ 1979 ആദ്യമായി ആകാശവാണി റേഡിയോ നിലയത്തിന് കത്തയച്ചത്. ഒരു ബക്രീദ് പരിപാടിയെക്കുറിച്ചാണ് ആദ്യമായി കത്തയച്ചത്. ആദ്യ കത്ത് ആകാശവാണി പരിഗണിച്ചതോടെ കുഞ്ഞിപ്പയുടെ കത്തെഴുത്ത് സബരിക്ക് തുടക്കമായി. തുടർന്ന് മിക്കവാറും ദിവസങ്ങളിൽ കത്തെഴുത്ത് പതിവായി. ജീവിത പങ്കാളിയായി എത്തിയ നഫീസയും കത്തെഴുത്തിൽ പങ്കാളിയായതോടെ സംഗതി ഉഷാറായി. കുഞ്ഞിപ്പയുടെ മക്കളും ഇപ്പോൾ ആകാശവാണിക്ക് കത്തെഴുതി തുടങ്ങി. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീകുമാർ. രാഷ്ട്രം ഇന്ന് 61ാം സ്വാതന്ത്ര്യദിനം അത്യാഹ്ലാദപൂർവ്വം കൊണ്ടാടുന്നു. കഴിഞ്ഞ 60 വർഷങ്ങളിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളിൽ അഭിമാനമാണ് ഉള്ളതെന്ന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. അങ്ങനെ 1,15,000 കത്തുകൾ ഈ കുടുംബം ആകാശവാണിക്ക് അയച്ചു. ആകാശവാണി തിരിച്ചും പ്രതികരിച്ചു. SMS-ന്റെയും മൊബൈൽ കോളുകളുടെയും കാലത്തും കത്തുകൾക്ക് പ്രാധാന്യമേറെയാണെന്ന് ഇദ്ദേഹം പറയുന്നു. മൊത്തം ഒരു ശ്രോതാവിന് കത്ത് അയച്ച് ആ കത്തിന് മറുപടി തിരിച്ചു കിട്ടി, അത് നമ്മൾ വായിച്ച് അതിന്റെ സുഖം ഇനി നമ്മൾ വിരൽത്തുമ്പിലാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നടക്കണെങ്കിലും ഇതൊന്നും നടക്കില്ല. മെസ്സേജുകളായിട്ടും മറ്റെല്ലാം നടക്കുന്നുണ്ടെങ്കിലും ആ ഒരു സുഖം ഈ കത്തെഴുത്തിനില്ല. കത്തെഴുത്താണ് അതിൻ്റെ എല്ലാം പ്രചോദനം. കാരണം ഒരാളെ കത്ത് വന്ന് വായിച്ചാടെ വെച്ച് പിറ്റന്നാൾ വീണ്ടും എടുത്ത് ഒന്നും കൂടി വായിക്കും. അപ്പോഴാണ് ഒന്നും കൂടി നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധിക്കുക. കത്തെഴുതി നിരവധി സൗഹൃദങ്ങളും ഈ കുടുംബത്തെ തേടിയെത്തി. ഇങ്ങനെ ലഭിച്ച കത്തുകളിൽ മാർപ്പാപ്പയുടെ മറുപടി മുതൽ MD വാസുദേവൻ നായരുടെ വരെ കത്തുകൾ ഈ കുടുംബം സൂക്ഷിക്കുന്നു. ആകാശവാണിക്ക് ഏറ്റവും കൂടുതൽ കത്തയച്ച വ്യക്തി എന്ന റെക്കോർഡാണ് ഇനി കുഞ്ഞിപ്പയെ കാത്തിരിക്കുന്നത്. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീല താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു, ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. മുമ്പ് ഇതൊരു റോഡ്